അനുമോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ബിഗ് ബോസിലെ അനുമോളുടെ പാവ എന്തുകൊണ്ടാണ് ലാലേട്ടൻ തിരിച്ചു കൊടുത്തത്? എല്ലാവരും മെയിൻ കവാടത്തിന്റെ ഫ്രണ്ടിലേക്ക് പോകുന്നു, ഭയങ്കര കയ്യടി അടിക്കുന്നു, ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുന്നു. അപ്പോൾ ദേ ആകാശത്തൂടെ പാവ കറങ്ങി തിരിഞ്ഞ് താഴത്തേക്ക് വരുന്നു. ഈ പ്ലാച്ചി എടുത്തുകൊണ്ട് അനുമോൾ ഹാപ്പി ആവുന്നു. ലാലേട്ടൻ ചോദിക്കുന്നു ഹാപ്പി അല്ലേ? ഹാപ്പിയാണ് ലാലേട്ട. പക്ഷേ അനുമോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അവിടെ ഹോട്ടൽ ടാസ്കിൽ ഷിയാസ് കരീം ആൻഡ് ശോഭ അവിടെ കയറി വന്ന് ചെറിയൊരു പെർഫോമൻസ് ഒക്കെ നടത്തി. അവരവരുടെ ക്യാരക്ടർ വിട്ട് ശോഭയും ഷിയാസ് കരീമുമായിട്ട് കുറെ നേരം അവിടെ നടന്നായിരുന്നു. അപ്പോൾ അനുമോൾ എന്ന് പറയുന്നത് ഷിയാസ് കരീമിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് ആദ്യം ആ പാവ എവിടെയെന്ന് ചോദിക്കുന്നു, പാവയെ ത്രോ ചെയ്ത് കളയുന്നു. എന്നിട്ട് പറയുകയാണ് ഈ പാവകളി ശരിയല്ല എന്നുള്ള കാര്യം പറയുന്നു. ശരിക്കും പറഞ്ഞാൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും അകത്തുള്ള കണ്ടസ്റ്റൻസ് അറിയാൻ പാടില്ല. അപ്പോൾ അനുമോൾക്ക് ഇൻഡയറക്ട്ലി ഒരു ഹിന്റ് ഷിയാസ് കരീം അവിടെ ഇട്ട് കൊടുക്കുകയും ചെയ്തത്. ആ ഷിയാസ് കരീം പുറത്തിറങ്ങിയ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് അനുമോൾക്ക് അത് പാവ ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പം പുറത്തുനിന്ന് വന്ന ഒരാളാണ്, അപ്പോൾ അയാളെ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അനുമോൾ ആ കാര്യം പിന്നെ വിട്ടായിരുന്നു. ഇപ്പം അനുമോളെ കൺഫ്യൂസ് ചെയ്തുകൊണ്ട് ലാലേട്ടൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പാവനെ തിരിച്ച് റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അനുമോളൊന്ന് കൺഫ്യൂസ് ആയിട്ടുണ്ട്. ആസ് എ ബിഗ് ബോസ് പ്ലെയർ അവർ വാശിയോടുകൂടി ആ മത്സരം ഗെയിം എന്ന രീതിയിൽ എടുക്കുക എന്നുള്ള കാര്യമാണ് ഇന്നലത്തെ എപ്പിസോഡ് മൊത്തത്തിൽ പറഞ്ഞത്. അപ്പോൾ അനുമോൾ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. അനുമോൾ പാവനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലും പക്ഷേ എന്തിനായിരിക്കും അവർ തിരിച്ചു തന്നെന്നുള്ളൊരു കാര്യത്തിലൊക്കെ ആയിട്ടായിരിക്കും പുള്ളിക്കാരത്തി ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഇത്രയേ ഉള്ളൂ. കാരണം പുറത്തെ കാര്യങ്ങൾ അകത്താരും അറിയാൻ പാടില്ല. സോ അതുകൊണ്ട് ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയ സാധനത്തിന് തിരിച്ചകത്തേക്ക് ജൂനിയർ മാൻഡ്രേക്കിലെ പ്രതിമയെ പോലെ അനുവിന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.